നമ്മുടെ കുട്ടികൾ എന്ത് ഇല്ലൂമിനാറ്റി എന്നൊക്കെ പാടുന്നത്. എന്ത് ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞാൽ ശൈത്താൻ എന്നല്ല അതിൻ്റെ അർത്ഥം. ഇല്ലൂമിനാറ്റി എന്നിട്ട് പാടുക, കുട്ടികൾ ഇങ്ങനെ പാടുക ഇല്ലൂമിനാറ്റി. അതൊക്കെ വലിയ വലിയ പാട്ടുകൾ ഇന്നത്തെ സിനിമയിൽ വന്നു. ഇല്ലൂമിനാറ്റി പിശാച്ചിനെ പൂജിക്കുക, പിശാച്ചിനെ പൂജിക്കുന്നവർക്കാണ് ഇല്ലൂമിനാറ്റികൾ എന്ന് പറയാ. അത് ജൂതന്മാരുടെ സയനിസ്റ്റുകൾ കൊണ്ടുവന്ന സംസ്കാരമാണ്. സയനിസ്റ്റുകൾ ഇല്ലൂമിനാറ്റി പൂജകളാണ്. അതാണ് ഇപ്പൊ കേരളത്തിലെ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമക്കളെ ആ മ്യൂസിക്കിന്റെ താളത്തിൽ ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ശൈത്താൻ വരണേ ശൈത്താൻ വരണേ എന്നല്ലേ ഈ പറയണത്? നമ്മുടെ മക്കൾക്കറിയൂ എന്താണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുകളിലെ പാട്ടുകളുടെ വരികൾ മാറിത്തുടങ്ങി. അതിന്റെ ആശയങ്ങൾ ചിലർ പറയാ ഭ്രാന്തായാൽ എന്ത് സുഖം, ഭ്രാന്തായോക്കണം അറിയണമെങ്കിൽ. സക്കറാത്തുൽ മൗത്തിന് എന്ത് സുഖന്ന് ഈ പറയുന്നവർ അടിച്ചിട്ട് പറയുന്നതാണ്, എനിക്കറിയില്ല. സക്കറാത്തുൽ മൗത്ത് ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത് യാ ആയിഷ, ആയിഷ സക്കറാത്തുൽ മൗത്തിന് വേദനയുണ്ട് ആയിഷ, സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടാ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു മുസ്ലിമിന് പാടാൻ പറ്റുമോ അതൊക്കെ? സക്കറാത്തുൽ മൗത്തിന് എന്ത് സുഖം. ആ സുഖം പടച്ചവനെ നീ നിന്റെ മുത്തഖീങ്ങൾക്ക്, നിന്റെ അംബിയാഇന്, നിന്റെ സജ്ജനങ്ങൾക്ക് നിന്റെ സഹായം കൊണ്ടേ അത് മറികടക്കാൻ കഴിയൂ. സക്കറാത്തിന്റെ ബുദ്ധിമുട്ട്, സക്കറാത്ത് പ്രയാസമാണ്. പക്ഷെ നമ്മുടെ പാട്ടുകളുടെ വരികൾ, ഞാനിപ്പോൾ ഈ അടുത്തിറങ്ങുന്ന ചില പാട്ടുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഭ്രാന്തായാൽ എന്ത് സുഖം, നാട്ടുകാർക്ക് സുഖം എന്നല്ലാണ്ട് അയാൾക്ക് വല്ല സുഖം ഉണ്ടാവോ? ഭ്രാന്ത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുദാമി വൽ ജുനൂനി വസയ്യിമിൽ അസ്ഖാം. പടച്ചവനെ ഭ്രാന്തിനെ തൊട്ട് കാക്കണേ നബി തങ്ങൾ ദുആ ചെയ്തതാണ് അല്ലേ? തമാശക്ക് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ കാര്യമല്ലാതെ ഒരു ആനന്ദത്തിന് പാടുകയാണെങ്കിൽ പോലും അള്ളാഹു ജല്ല ജലാലുവിൻ്റെ മുമ്പിൽ ഉരുവിടുന്ന വാക്കുകളാണിത്. പടച്ചോൻ ഇത് കേട്ട് കഴിയുകയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതനുസരിച്ച് ആക്ഷൻ എടുക്കുകയും ചെയ്താൽ തീരും നമ്മുടെ ഭ്രാന്തൊക്കെ.